ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ആരും തന്നെ കാണുകയില്ല. പക്ഷേ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഏത് രീതിയിൽ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ഞാനൊരിക്കൽ ഷാലോൺ ടി വിയുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്നു. പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ പലപ്പോഴും പരിചയമുണ്ടായിരിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് ഷാലോൺ ടി വി സംപ്രേഷണം ചെയ്ത കൃപയുടെ വഴികൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറെ ത്യാഗമനുഷ്ഠിക്കുന്ന മാതാപിതാക്കളെ അവരുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു കൃപയുടെ വഴികൾ. ആ നാളുകളിൽ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിലെ മൂത്ത കുഞ്ഞ് ഒരു ഭിന്നശേഷിക്കാരിയാണ്. ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുഞ്ഞാണ്, പെൺകുഞ്ഞാണ്. രണ്ടാമത്തെ മകൻ ഹാർട്ടിനൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ അവർ മോചനം പ്രാപിച്ച് അങ്ങനെ വലിയ സ്ട്രഗിളിലൂടെയൊക്കെ കടന്നുപോയൊരു കുടുംബമാണ്. എന്നാലും അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന കാര്യത്തിൽ മാറി നിന്നില്ല. മൂന്നാമത്തെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോവുകയാണ്. വീണ്ടും അവർ നാലാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. സ്വാഭാവികമായി മൂത്ത കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ മൂത്ത കുഞ്ഞ് ഇങ്ങനെ ഒരവസ്ഥയിലായിരുന്നതിൽ നിങ്ങൾക്ക് ദുഃഖമില്ലേ? എന്നെ അതിശയിപ്പിക്കുന്ന ഒരു മറുപടിയാണ് എനിക്ക് അവരിൽ നിന്ന് ലഭിച്ചത്. 3 ചോദ്യങ്ങളാണ് അവരെന്നോട് ചോദിച്ചത്. ഒന്ന്, അവരെന്നോട് ചോദിച്ചു, ബ്രദറെ, ഈ കുഞ്ഞ് പാപം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഈ കുഞ്ഞിന് ഇനി പാപം ചെയ്യാൻ കഴിയുമോ ബ്രദറെ? ഞാൻ പറഞ്ഞു, ഇല്ല. കാരണം സ്വതന്ത്രമായ മനസ്സോടും അറിവോടും കൂടി ചെയ്യുന്ന തെറ്റുകളെയാണല്ലോ നാം പാപമെന്ന് വിളിക്കുന്നത്. അതിനങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായി മറുപടി പറഞ്ഞു, പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞ് ആരായിരിക്കും? സ്വാഭാവികമായിട്ടുള്ള ഉത്തരം ഇതാണ്, ആ കുഞ്ഞ് വിശുദ്ധയാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അങ്ങനെയെങ്കിൽ ഒരു വിശുദ്ധയായ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാകല്ല, അപ്പനും അമ്മയുമാകാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ സന്തോഷിക്കുകയല്ലേ ബ്രദറെ വേണ്ടത്? എന്തൊരു വലിയൊരു ചിന്തയാണ്. ഇറ്റ്സ് ഗ്രേറ്റ്. ഞാൻ ആ സ്ത്രീയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി. അങ്ങനെയുള്ള എല്ലാ അമ്മമാരുടെ മുമ്പിലും ഞാൻ കൈകൾ കൂപ്പുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം വലിയ പ്രശ്നങ്ങളുടെ നടുവിലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി കാണുവാനായിട്ടുള്ള കഴിവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവികമായ പ്രചോദനത്താലാണ് സാധിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവമഹത്വത്തിനായി പരിണമിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ബൈബിളിൽ നമ്മൾ കാണുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണവും ആ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗവുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് അത് വിവരിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ലാസറിൻ്റെ ഒരു രോഗത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. ഈ രോഗം മരണകാരണമല്ല, ദൈവമഹത്വത്തിനും അതുവഴിയായി ദൈവപുത്രൻ മഹത്വപ്പെടുവാനും വേണ്ടിയിട്ടാണ് ഈ രോഗമെന്നുള്ളതാണ് യേശു അവരെ ബോധ്യപ്പെടുത്തുന്നത്. യേശു സ്നേഹിച്ചിരുന്നൊരു കുടുംബം, യേശു സ്നേഹിച്ചിരുന്ന ലാസർ, 2 ദിവസം കൂടി അവൻ അവിടെ താമസിച്ചു. പിന്നീടാണ് യേശു ഈ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, 4 ദിവസമായി അവൻ സംസ്കരിക്കപ്പെട്ടിട്ട്. മർത്തയും മറിയവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ മർത്ത ഓടി വന്ന് പറയുകയാണ്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നുള്ള പരിദേവനം മർത്ത ഈശോയോട് പറയുകയാണ്. ഈശോ പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ ഈശോ പഠിപ്പിക്കുകയാണ്. വിശ്വസിക്കുമെങ്കിൽ നീ ദൈവമഹത്വം പ്രാപിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയാകുമെന്നുള്ള വലിയ ഒരു സന്ദേശം
ഈശോ കൊടുത്തെങ്കിലും മർത്തയ്ക്ക് അത് വലിയ പിടിയൊന്നും കിട്ടിയില്ല. ഉദ്ധാന ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവളൊരു ന്യായമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് മറിയത്തിൻ്റെ പ്രവേശനം. മറിയത്തിൻ്റെ പ്രവേശനത്തിന് ഒരു വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യാസമെന്ന് പറയുന്നത്, മറിയം കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അടുക്കിലേക്ക് വന്നിട്ട് അവൾ ചെയ്ത പ്രവൃത്തി അവൻ്റെ കാൽക്കൽ വീഴുകയാണ്. കാൽക്കൽ വീണിട്ട് അവളും പറഞ്ഞത് മർത്ത പറഞ്ഞ അതേ വാചകം തന്നെയാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്ത ഓടി വന്ന് വെറുതെ പറഞ്ഞു പോയെങ്കിൽ മറിയം കാൽക്കൽ വീണാണ് പറയുന്നത്, അടിയറ വെച്ചാണ് പറയുന്നത്, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ ഈശോ അസ്വസ്ഥനാവുകയാണ്. അവളുടെ പ്രവൃത്തി, അവളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഈശോയെ അസ്വസ്ഥമാക്കുകയാണ്. ഈശോ അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ കല്ലറയിലേക്ക് ഈശോ പോകുകയാണ്. ആ കല്ലറയിൽ നിന്ന് ഈശോ കരയുകയാണ്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാചകം എന്ന് പറയുന്നത് യേശു കരഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ യേശു അവിടെ കരയുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടുള്ള അടയാളമാണ് ഈശോ അവിടെ കാണിക്കുന്നത്. അങ്ങനെ ആ കല്ലറയിൽ നിന്നുകൊണ്ട് ഈശോ പറയുന്നു, ലാസറേ പുറത്തു വരിക. ഈശോ പറഞ്ഞു, ഈ രോഗം മരണകാരണമല്ല, ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളെന്ന് നാം തിരിച്ചറിയുമ്പോൾ എല്ലാ സങ്കടങ്ങളെയും മാറ്റാൻ, എല്ലാ ദുഃഖങ്ങളെയും മാറ്റാൻ ഈ വലിയ വിശ്വാസം നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് സത്യം. ഞാൻ വീണ്ടും ഓർക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ദുരന്തം, 9ാം ക്ലാസ്സിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അപ്പച്ചൻ മരിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനും എല്ലാ കാര്യങ്ങളും അപ്പനോട് കൂടെ ചെയ്യുവാനുമൊക്കെ ഉള്ള ഒരവസ്ഥയിലായിരുന്നു അവരുടെ ജീവിതം. ഒരപ്പൻ മാത്രമായിരുന്നില്ല, എൻ്റെ വലിയ കൂട്ടുകാരനുമായിരുന്നു. എല്ലാം തുറന്നു പറയാനുള്ള ഒരാളായിരുന്നു. അവനോടൊപ്പം കളിക്കാനും അവനോടൊപ്പം സൈക്ലിങ്ങിനും അവനോടൊപ്പം വിനോദയാത്രയ്ക്കും അവനോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരെ പുറത്തു കൊണ്ടുപോകാനും ഒരു കൂട്ടുകാരെ പോലെ കളിച്ചും ചിരിച്ചും കഴിയുന്ന ഒരു ബന്ധമായിരുന്നു അവരുടേത്. പെട്ടെന്നാണ് അദ്ദേഹത്തിനൊരു അറ്റാക്ക് ഉണ്ടായിട്ട് അദ്ദേഹം മരിച്ചു പോകുന്നത്. ഇത് അവൻ്റെ ജീവിതത്തെ ആകെ തകർത്ത് കളഞ്ഞു. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ദൈവത്തോട് തന്നെ അവന് വെറുപ്പായി. എൻ്റെ അപ്പനെ ദൈവം വിളിച്ചല്ലോ, പലരുമൊക്കെ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും മോനെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതല്ലൊക്കെ പറയുമ്പോഴും ദൈവം ഇത്രമാത്രം ദുഷ്ടനാണല്ലോ എന്നുള്ള ചിന്തയാണ് അവനുണ്ടായത്. പക്ഷേ ഒരു ധ്യാനത്തിലൂടെ അവൻ ക്ലാസ്സുകളൊക്കെ കേട്ടെങ്കിലും അവന് ആശ്വാസമൊന്നും ലഭിച്ചില്ല. ഉറക്കം കിട്ടാത്ത ഒരു രാത്രിയിൽ അവനിങ്ങനെ ഉറങ്ങാതെ കിടക്കുകയാണ്. ഉറങ്ങാതെ കിടക്കുമ്പോൾ അവനിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് നീറലുണ്ട്. ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നീ എന്നെ മനസ്സിലാക്കുന്നുവെങ്കിൽ, എൻ്റെ വേദന മനസ്സിലാക്കുന്നെങ്കിൽ എനിക്കൊരു ഉത്തരം തരണം. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദനയോടുകൂടി അവൻ്റെ ഉള്ളിലെ വേദനയെ അവൻ പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്നില്ല, കണ്ണു തുറന്ന് അങ്ങനെ ഒരു വികാരത്തോടു കൂടി അവൻ പങ്കുവെച്ച് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരം എങ്ങനെയായിരുന്നു? മോനെ, നിന്നെ സംരക്ഷിക്കാനായിട്ടാണ് ഞാൻ നിൻ്റെ പിതാവിനെ നൽകിയത്, അല്ലെങ്കിൽ നിൻ്റെ അപ്പച്ചനെ നൽകിയത്. എൻ്റെ സംരക്ഷണം നിൻ്റെ അപ്പച്ചനിലൂടെ നീ അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചനെ ഞാൻ തിരിച്ചു വിളിച്ചു. പിന്നെ നിന്നെ സ്നേഹിക്കാനായിട്ട് എങ്ങനെയാണ് പിന്നെ ഞാൻ വഴിയൊരുക്കുന്നത് നിനക്കറിയാമോ? ഇനി നിനക്ക് അപ്പച്ചനിലൂടെ അല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, നേരിട്ട് നിന്നെ സ്നേഹിക്കാനുള്ള വഴിയായി മാറിയിരിക്കുകയാണ്. ഇതവനെ അത്ഭുതപ്പെടുത്തി. അപ്പച്ചനിലൂടെ സ്നേഹിക്കുന്ന ദൈവം, അതുവരെ അപ്പച്ചനോട് സ്നേഹിച്ച ദൈവം ഇനി അപ്പച്ചൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ നേരിട്ട് അവനെ സ്നേഹിക്കുവാനായിട്ട് ഒരപ്പനെ പോലെ, അതിനേക്കാൾ ഏറെ സ്നേഹത്തോടു കൂടി ഒരപ്പനെ പോലെ സ്നേഹിക്കുവാനായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു വരികയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവന് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന്, അല്ലെ ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എന്താണെന്ന് അവന് ബോധ്യമായി. അപ്പനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ ചിന്ത, ആ മരണം പോലും ഒരു ദൈവാനുഗ്രഹമായി കാണുവാനായിട്ടുള്ള കാഴ്ച അവന് ലഭിച്ചു. പ്രിയമുള്ളവർ, ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയിലൂടെയാണ് നമ്മുടെ ദുഃഖങ്ങൾ മാറിപ്പോകുന്നത്, നമ്മുടെ സങ്കടങ്ങൾ മാറിപ്പോകുന്നത്, പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ പഠിക്കുന്നിടത്ത് വലിയ കൃപയുണ്ടാവുകയാണ്. രോഗത്തിൻ്റെ ഏതവസ്ഥയിൽ നമ്മൾ നോക്കിക്കോ, നമുക്കറിയാം അന്ധനായ യാചകൻ, ആ യാചകന് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായതെപ്പോഴാണ്? അവൻ ഉച്ചത്തിൽ വിളിച്ച് കരയുന്നുണ്ട്.
അവനോട് ശാസിക്കുന്നുണ്ട്. പക്ഷെ അവൻ നിർത്തുന്നില്ല. വീണ്ടും ഉച്ചത്തിൽ അവൻ വിളിച്ച് ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞപ്പോൾ ആ കരച്ചിൽ കേട്ടിട്ട് ഈശോയ്ക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. ആ സങ്കടം കണ്ടിട്ട് ഈശോയ്ക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ നിൽക്കുകയാണ്. ആരാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അവനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? എന്താണ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും. ഈശോ അവൻ്റെ കണ്ണുകളിൽ തൊട്ട് അവനെ സുഖപ്പെടുത്തുകയാണ്. അവൻ്റെ അന്ധത മാറുന്നു. കണ്ണുകളുടെ മാത്രമല്ല, ദൈവത്തെ തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരു കാഴ്ചയും അവന് ലഭിക്കുന്നു. അവൻ വലിയ സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. അതുപോലെ ജീവിതത്തിൽ അത്രമാത്രം സന്തോഷത്തോടുകൂടി പോകുവാനായിട്ടുള്ള വഴികളായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് മാറും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ടാകാം. എന്നെ കേൾക്കുന്നവർ ധാരാളം പേര് ഇപ്പോഴും പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകാം. ഒരിക്കലും നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഈശോ നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്നത് ദൈവമഹത്വത്തിനു വേണ്ടി അത് മാറ്റുവാനായിട്ടാണ്. ദൈവ മഹത്വം വെളിപ്പെടുവാനായിട്ടുള്ള അവസരമാക്കി അത് മാറ്റുവാനായിട്ടാണ്. അതിനുവേണ്ടി ദൈവത്തിന് ഒരു ഇടം കൊടുത്താൽ, ദൈവത്തിന് ഒരു സ്ഥാനം കൊടുത്താൽ, ദൈവത്തെ ഒന്ന് വിളിച്ച് അപേക്ഷിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന് മുമ്പിൽ താണ് ആ മറിയം പ്രാർത്ഥിച്ചതുപോലെ താണ് വീണൊന്ന് പ്രാർത്ഥിക്കാനിടയായാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയും. മർത്തായെ പോലെ പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഈ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കാം. തീർച്ചയായിട്ടും ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. വലിയ ദുഃഖങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിൻ്റെ കഠിനമായ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഒരിക്കലും മാറാത്ത രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. പ്രതിസന്ധികൾ ഏതുമായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവമേ, ഈ രോഗത്തിൽ, ഈ പ്രതിസന്ധിയിൽ നിൻ്റെ മഹത്വം വെളിപ്പെടണമേ. നിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് അതിനിടയാക്കണമേ. ഈ പ്രശ്നങ്ങളോട് ഞാൻ കടന്നു പോകുമ്പോഴും നിൻ്റെ മഹത്വത്തെ കാണുവാൻ, മഹത്വം വെളിപ്പെടുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം എനിക്ക് കാരണമായി മാറട്ടെ. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. മറിയത്തെ പോലെ നിൻ്റെ കാൽക്കൽ വീണ് സമർപ്പിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് നീ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.